കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതിൽ പൊട്ടിത്തെറിച്ച കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. മാറ്റിയതിന് പിന്നിൽ ചിലരുടെ വക്രബുദ്ധിയാണ്. സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ലെന്നും വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ആശ്വസിപ്പിക്കാനാണെന്നും സുധാകരൻ മീഡിയ വൺ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുധാകരന്റെ തുറന്നുപറച്ചിൽ. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കെ സുധാകരൻ മീഡിയ വണ്ണിനോട് മനസ്സ് തുറന്നത്. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ തനിക്കുള്ള അതൃപ്തി തുറന്നു പറഞ്ഞായിരുന്നു തുടക്കം. എനിക്ക് തൃപ്തിയാകില്ല അത് ഒരിക്കലും. ഞാൻ രാവും പകലും പണിയെടുക്കുന്ന ഒരാള്, അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാള്, അദ്ദേഹത്തെ എന്നെ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി എന്നെ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുപോയി വർക്കിംഗ് കമ്മിറ്റിയിൽ ഇട്ടു എന്ന് പറയുന്നത് അത് എനിക്കൊരു രസിക്കാത്ത ഒരു കാര്യമാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയല്ലോ എന്ന ന്യായീകരണത്തിന് സുധാകരന്റെ മറുപടി ഇങ്ങനെ: അത് എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണ്. വർക്കിംഗ് കമ്മിറ്റീൻ്റെ അകത്ത് എന്നെ ആക്കി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വളരെ പ്രയാസമായി. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ CPM-നെ പോലത്തെ ഒരു രാഷ്ട്രീയ മുന്നണിയോട് എതിർക്കാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനോട് ഇത്രയേറെ നേരിട്ട് യുദ്ധം ചെയ്യാൻ, നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട്? തന്നെ മാറ്റണമെന്ന് AICCക്ക് റിപ്പോർട്ട് നൽകിയ ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവിയെന്നും സുധാകരൻ തുറന്നടിച്ചു. എനിക്കും ആ വിവരം കിട്ടിയിരുന്നു. ഞാനത് അവരോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അവർക്ക് ഇവിടുത്തെ ഈ വിവരം കിട്ടിയെന്നും എനിക്കറിയില്ല. പക്ഷേ അവർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡിൽ നിന്ന് എനിക്കും വിവരം ഉണ്ടായിരുന്നു. അത് പിന്നെ ചിലപ്പം അവരാരുടെയെങ്കിലും കയ്യിൽ പാവ കളിച്ചു കാണാം. സണ്ണി ജോസഫ് തന്റെ നോമിനി എന്ന പ്രചാരണവും സുധാകരൻ തള്ളി. എൻ്റെ സ്വന്തമാണ്. എൻ്റെ നോമിനി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഞാനുമായി വർഷങ്ങളുടെ പഴക്കമുള്ള സ്നേഹബന്ധം, ഒരു സഹോദര ബന്ധം തന്നെ നമ്മൾ തമ്മിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ DCC പ്രസിഡന്റ് വരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞാനാണ് വെക്കുന്നത്. അത് വിശ്വാസ്യതയാണ്. അതിപ്പോഴും ഉണ്ട്. ആ വിശ്വാസ്യത സണ്ണി വക്കീലിനും ആ വിശ്വാസ്യത എന്നോടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്ന പതിവുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ തനിക്ക് നിർബന്ധ ബുദ്ധിയില്ല. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ചിലർ ശ്രമിച്ചെന്നും കുറ്റപ്പെടുത്തൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, മുഖ്യമന്ത്രിയാകാൻ മോഹമുണ്ടോ എന്നീ ചോദ്യങ്ങൾക്ക് സുധാകരന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. എനിക്ക് ആഗ്രഹം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്തായാലും അത് ഞാൻ കണ്ണുകൂട്ടി സ്വീകരിക്കും. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് ഫുൾ മാർക്ക് നൽകുന്ന സുധാകരൻ തനിക്കൊപ്പം ഇങ്ങനെ ഒരു ടീം ഇല്ലാതെ പോയതിലെ നിരാശയും മറച്ചുവെക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടന്ന നീക്കങ്ങൾക്കൊടുവിൽ കെ.പി.സി.സി അധ്യക്ഷ പദവി നഷ്ടമായെങ്കിലും തോറ്റു പിന്മാറാനില്ലെന്ന സൂചന കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് സുധാകരന്റെ വാക്കുകളിൽ. സുനിൽ ഐസക്, മീഡിയ വൺ, കണ്ണൂർ.